നമസ്കാരം. ഇന്നാദ്യം തൃശ്ശൂരിൽ നിന്നും ഡെപ്യൂട്ടി മേയർ എം എൽ റോസി ആവശ്യപ്പെടാത്ത ഒരു ഗാനത്തിലേക്ക്. ഭാവങ്ങളെ തീരത്തു മത്സരിച്ചു മരിക്കുമീ തിരകളും നിങ്ങളും ഒരുപോലെ. ഈ പാട്ട് കേൾക്കുമ്പോൾ ഡെപ്യൂട്ടി മേയർക്ക് മേയറെ ഓർമ്മ വരും. അങ്ങനെയാണ് ഇപ്പോൾ കോർപ്പറേഷൻ ഭരണത്തിൻ്റെ രാഗവിസ്താരം. എല്ലാം എൻ്റെ നേട്ടം, എൻ്റെ മികവ് എന്ന മട്ടിലുള്ള മേയറുടെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോഴേ ഡെപ്യൂട്ടി മേയർക്ക് കലിയിളകും. നമ്മുടെ നേട്ടം എന്ന് പറയാം, ചുരുങ്ങിയത് ഭരണസമിതിയുടെ നേട്ടം എന്നെങ്കിലും പരാമർശിച്ചുകൂടെ എന്നാണ് അവരുടെ ആവലാതി. കാര്യം ഭരണത്തിൻ്റെ ഭാഗമാണെങ്കിലും എല്ലാ തീരുമാനത്തിനും തലകുലുക്കാനും കൈയടിക്കാനുമൊക്കെ വേറെ ആളെ നോക്കണം. ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നുണ്ടെന്ന് ഹാംലെറ്റിൽ ഷേക്സ്പിയർ പറഞ്ഞതുപോലെ തൃശ്ശൂരിൽ എന്തൊക്കെയോ ഭരണക്കുഴപ്പങ്ങൾ മണക്കുന്നുണ്ടെന്ന് ഡെപ്യൂട്ടി മേയർക്ക് പണ്ടേ സംശയമുണ്ട്. ഈ സംശയം മൂലം കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ സമരത്തിന് അകമ്പടി സേവിക്കുന്നതാണ് പലപ്പോഴും കാണുന്നത്. ഭരണമുന്നണിയിലെ പ്രധാന പരികർമ്മികൾക്കൊന്നും ഇത്തരം ക്രിയകളിൽ തെല്ലും അലോസരവുമില്ല. ഒരു ചെവിയിൽ കൂടി കേട്ട് മറ്റേ ചെവിയിലൂടെ കളയുക എന്ന മട്ടിലാണ് അവരിപ്പോൾ. അതല്ല, ആകെ മുങ്ങിയാൽ കുളിരില്ലല്ലോ എന്നാണ് അണിയറയിലെ അടക്കം പറച്ചിൽ. കഴിഞ്ഞ ദിവസവും കണ്ടു വേറിട്ട വഴിയിലൂടെയുള്ള ഡെപ്യൂട്ടി മേയറുടെ സഞ്ചാരം. അരിസ്റ്റോ റോഡിൽ കോൺഗ്രസുകാർ നടത്തിയ അനൗദ്യോഗിക ഉദ്ഘാടനം ഡെപ്യൂട്ടി മേയർ എത്തിയതോടെ ഔദ്യോഗികമാക്കി മാറ്റി. ആദ്യം മേയറെ പങ്കെടുപ്പിച്ച് ഉദ്ഘാടനം തീരുമാനിച്ചിരുന്നതാണ്. ഇതനുസരിച്ച് നോട്ടീസും പുറത്തിറക്കി. എന്നാൽ 1.5 കോടി രൂപ ചെലവഴിച്ച് ടൈൽ വിരിച്ച റോഡിൻ്റെ പ്രൗഢിക്കനുസരിച്ച് മന്ത്രി വേണം ഉദ്ഘാടനം ചെയ്യാനെന്ന് ഭരണതലപ്പത്തിലെ ചിലർക്ക് വാശി. അങ്ങനെ ഔപചാരിക ഉദ്ഘാടനം മാറ്റി. ഇതോടെ നിശ്ചയിച്ച തീയതിയിൽ തന്നെ ഉദ്ഘാടനം നടത്താൻ കോൺഗ്രസ് കൗൺസിലർമാർ തീരുമാനിച്ചു. മേയർ എത്തില്ലെങ്കിലും ഡെപ്യൂട്ടി മേയർ കൈവിടില്ലെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. പ്രതീക്ഷ തെറ്റിയില്ല. കൃത്യസമയത്ത് തന്നെ ഡെപ്യൂട്ടി മേയർ ഹാജർ. ആഘോഷമായി നാടമുറിച്ച് ഉദ്ഘാടനവും നടത്തി. റോഡ് നവീകരിക്കാൻ പരിശ്രമിച്ച കോൺഗ്രസ് കൗൺസിലർമാർക്ക് ആവോളം പ്രശംസ. വികസനത്തിൽ രാഷ്ട്രീയം കലർത്തരുതെന്ന ഉപദേശവും ഫ്രീ. ഇതിനിടയിൽ ഒരു വെളിപ്പെടുത്തലും. മേയറുടെ ചേംബർ നിയന്ത്രിക്കുന്നത് താൽക്കാലിക ജീവനക്കാരാണത്രേ. ഇത് കേട്ട് CPM-കാരും ഞെട്ടി. അവർ വിചാരിച്ചത് മേയറെ കണ്ടത്തിലും കുളത്തിലും ഇറക്കാനുള്ള രാഷ്ട്രീയ മാന്ത്രിക വടി തങ്ങളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ എന്നാണ്. വളരെ വിഷമമുണ്ടെങ്കിലും ഇനി 3 മാസം കൂടിയല്ലോ പറയുന്നോടത്ത് അടിക്കാൻ എനിക്കറിയാം. പക്ഷെ ഞാനെല്ലാം കുറച്ചൊക്കെ 75% ക്ഷമിക്കുക. പക്ഷെ ഇതൊന്നും നല്ല പ്രവൃത്തിയില്ല. ആര് ഭരിച്ചാലും ഭരണം എന്നെ സംബന്ധിച്ച് ഒരു പ്രശ്നമല്ല. നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന, നല്ല പ്രവൃത്തികൾ കാഴ്ചവെക്കുന്നവരെ എന്നും കാണുകയും കേൾക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് ഞാൻ എന്ന ML റോസി എന്ന ഡെപ്യൂട്ടി മേയർ. പൂട്ടുകട്ട വിരിച്ച അരിസ്റ്റോ റോഡിലൂടെ വാഹനങ്ങൾ ചീറിപ്പായുമ്പോൾ ഭരണമുന്നണിയിൽ വീണ വിള്ളലോർത്ത് പ്രതിപക്ഷത്തിനും പെരുത്ത് സന്തോഷം. മേയർ ഉദ്ഘാടനം ബഹിഷ്കരിച്ചു. മേയർ മറ്റൊരു ഉദ്ഘാടനം നടത്തുമെന്നാണ് പറയുന്നത്. എന്തായാലും ഡെപ്യൂട്ടി മേയർ വന്നു. ഡെപ്യൂട്ടി മേയർ ഭരണത്തിന്റെ ഭാഗമായി ഡെപ്യൂട്ടി മേയർ വന്ന് ഉദ്ഘാടനം നടത്തി എല്ലാവർക്കും ഈ റോഡ് തുറന്നു കൊടുത്തിരിക്കുകയാണ്. സന്തോഷകരമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഭരണം തീരാൻ ഇനി 3 മാസമേ ഉള്ളൂ. ഉദ്ഘാടന മഹോത്സവങ്ങളുടെയും നാടമുറിക്കൽ മഹാമഹങ്ങളുടെയും ഒക്കെ കാലമാണ്. ക്രെഡിറ്റ് എടുക്കാൻ എല്ലാവരും മത്സരിച്ചോട്ടെ. അങ്ങനെയെങ്കിലും ജനത്തിന് മുന്നിൽ വികസന വാതിലുകൾ തുറക്കട്ടെ.